ഹലോ, അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് നല്ല അടിപൊളി ഒരു വെണ്ടയ്ക്ക തോരൻ്റെ റെസിപ്പി ആയാലോ. നമുക്ക് കുട്ടിയൊക്കെ സ്കൂളിൽ കൊടുത്തു വിടാനും നമ്മുടെ ഓഫീസിലേക്ക് കൊണ്ടുപോകാൻ പെട്ടെന്ന് എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നൊരു തോരനാണ്. വലിയ ടൈമൊന്നും എടുക്കില്ല. അപ്പം നമ്മൾ വെണ്ടയ്ക്ക എടുത്തിട്ട് കുറച്ച് വെണ്ടയ്ക്ക എടുക്കുക. അതിൽ നിന്ന് നമ്മൾ ഒരു വെണ്ടയ്ക്ക നാലായിട്ട് കീറി ഇതുപോലെ കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് ചെറിയ ഉള്ളിയാണ് ഞാൻ ആഡ് ചെയ്തിരിക്കുന്നത്. സവാള ആണെങ്കിൽ സവാള എടുത്താൽ മതി, പക്ഷേ ടേസ്റ്റ് കൂടുന്നത് ചെറിയ ഉള്ളി ഇടുമ്പോഴാണ്. ചെറിയ ഉള്ളി ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഇനി ഇതിനായിട്ട് അരപ്പ് തയ്യാറാക്കാം. ഇതിന് ഞാൻ ഒരു പിടി തേങ്ങ തിരികിയതും അതിലേക്ക് ഒരു പച്ചമുളക്, 1/4 സ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും 1/2 സ്പൂൺ അളവിൽ ജീരകവും, പിന്നെ ഞാൻ ചെറിയ വെളുത്തുള്ളി ആയതുകൊണ്ടാണ് 3-4 അല്ലി വെളുത്തുള്ളി എടുത്തിരിക്കുന്നത്. വലുതാണെന്നുണ്ടെങ്കിൽ ഒറ്റൊരെണ്ണം മാത്രം മതി. ഞാൻ നന്നായിട്ട് മിക്സിയുടെ ജാറിൽ അടിച്ചെടുത്തു. ഞാനിവിടെ മൺചട്ടിയാണ് എടുത്തിരിക്കുന്നത്. അതിലോട്ട് എണ്ണ ഒഴിച്ച് നമുക്ക് കടുക് പൊട്ടിക്കാം. വറ്റൽമുളക് കയ്യിലുണ്ടെങ്കിൽ അതും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് കറിവേപ്പിലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക, ഉള്ളി അതും കൂടെ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിനാവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഉപ്പ് എല്ലായിടത്തുമായിട്ട് നമുക്ക് യോജിപ്പിച്ച് കൊടുക്കാം. ഇനി ഇത് നമുക്ക് അടച്ച് കുക്ക് ചെയ്യാൻ വയ്ക്കാം. അപ്പോൾ വെണ്ടയ്ക്ക ഒന്ന് നല്ലപോലെ വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. അരപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇതിൽ ഉപ്പ് കുറവുണ്ടെന്നുണ്ടെങ്കിൽ ഉപ്പും കൂടെയൊക്കെ നോക്കി ആഡ് ചെയ്ത് കൊടുക്കാം. ഈ അരപ്പിൻ്റെ പച്ചച്ചവ മാറാനായിട്ട് ഇതിലോട്ട് കുറച്ച് മാത്രം വെള്ളം ചേർത്ത് കൊടുക്കുക. ഇനി ഇത് അടച്ച് കുക്ക് ചെയ്യാം. ഇപ്പം നമ്മുടെ വെണ്ടയ്ക്ക ഏതാണ്ട് റെഡിയായി വന്നിട്ടുണ്ട്. നല്ല ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഒന്നുകൂടെ ഒന്ന് അടച്ച് നമുക്ക് ലോ ഫ്ലെയിമിൽ വയ്ക്കാം. ഇപ്പോൾ നമ്മുടെ വെണ്ടയ്ക്ക തോരൻ റെഡിയായി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇത് ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്നതാണ്. പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നൊരു തോരൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, താങ്ക് യു.